1960s മാക്സ്വെൽ മോഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് സർജൻ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിരുന്നു. ആള് ഈ പല ആൾക്കാരുടെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ജോ ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ നോസ് ഫിക്സ് ചെയ്ത് കൊടുത്തിരുന്ന ഒരാളാണ്. പക്ഷെ ആൾ ഈ ഒരു ഇതിൽ സർജറിയിൽ അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവേഷനിൽ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾ ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കൊടുത്തിരുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾക്ക്, ചില ആളുകൾക്ക് ഈ കോൺഫിഡൻസ് കൂടുക അല്ലെങ്കിൽ മറ്റാൾക്കാരെക്കാട്ടിലും കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു കുറച്ച് പേരൊരു ഒബ്സർവേഷൻ. അതേപോലെ തന്നെ വേറെ കുറച്ച് ആളുകൾക്ക് ഉണ്ടായിരുന്നൊരു പ്രശ്നം വെച്ചാൽ അവർ മുന്നേ എങ്ങനെയായിരുന്നോ അതേ രീതി തന്നെ ദേവോഷൈ അല്ലെങ്കിൽ അവർ ഒരു ഇൻട്രോവേർട്ടഡ് ആയിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കോൺഫിഡൻറ്റും ആയി, പക്ഷേ മറ്റേ ആൾക്കാർക്ക് ഒരു വ്യത്യാസം ഇല്ലാണ്ട് എത്ര ബെറ്റർ ആക്കി കൊടുത്തിട്ടും അവർ ഷൈയും ആയിരുന്നു, ഇൻട്രോവേർട്ടഡും ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് ആൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രയൊക്കെ നമ്മളെ ഔട്ടർ ഇമേജ് നമ്മൾ പുറത്തെങ്ങനെയാണോ എന്നുള്ളത്, നമ്മൾ ബോഡി ഫിറ്റ് ആവുക അല്ലെങ്കിൽ നമ്മളെ ഹെയർ മാറ്റി നമ്മൾ എത്രത്തോളം മാറ്റിയിട്ടും കാര്യമില്ല. നമ്മൾ ആ ഒരു ഇന്നർ ഇമേജ് എന്താണെന്ന് നമ്മൾ പണ്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം മാറ്റിയില്ലെങ്കിൽ അതിൽ ദാറ്റ് ഡസൻറ്റ് മേക്ക് എനി ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങളൊന്ന് ജിമ്മിൽ പോയി കുറച്ച് ഫിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുറേയൊക്കെ കോൺഫിഡൻ്റ് ആവുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ചില ജിമ്മിൽ ചില ആൾക്കാരുണ്ടാവും, അവർ കാണുമ്പോൾ ഭയങ്കര കട്ട സൈസൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷേ അവരുടെ അടുത്ത് മിണ്ടിക്കഴിഞ്ഞാലോ വേറൊരു ക്യാരക്ടർ ആയിരിക്കും, അവർക്ക് കൂടുതൽ മിണ്ടാൻ പറ്റുന്നുണ്ടാവില്ല, ഭയങ്കര ഷൈ ആയിരിക്കും, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും. ചിലപ്പോൾ അവർ ഉള്ളിൽ കുറേ സ്കിൽസ് ഉണ്ടാവും, പക്ഷെ അവർ ആ ഒരു കോൺഫിഡൻ്റ് അല്ല എന്നുള്ള ഒറ്റ റീസൺ കൊണ്ടായിരിക്കും അവർ കൂടുതൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ഔട്ടർ നമ്മുടെ പുറത്തുള്ള ഇമേജ് നമ്മൾ എത്ര മാറ്റിയിട്ടും കാര്യമില്ല, നമുക്ക് ഉള്ളിലുള്ള ആ ഒരു ഇമേജ് മാറ്റിയാൽ മാത്രമാണ് നമുക്കൊരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ബ്രെയിനിലുള്ള റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം RAS എന്ന് പറയും. ഇതിൻ്റെ ഒരു പണി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു സെക്കൻഡിൽ ഓൾമോസ്റ്റ് 11 മില്യൺ ഇൻഫോർമേഷൻസ് ആണ് ഉണ്ടാവുക. ഈ ഓരോ 11 മില്യൺ ഇൻഫോർമേഷൻസ് ഫിൽട്ടർ ചെയ്യുന്ന പരിപാടിയാണ് ഈ RAS ചെയ്യുന്നത്. അപ്പോൾ ഈ ഉണ്ടാവുന്ന ഓരോ ഇൻഫോർമേഷൻ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡിൽ 11 മില്യൺ ഇൻഫോർമേഷൻസ് ചെയ്യുന്നത് നമ്മളെ ഐഡൻറ്റിറ്റി ആയിട്ട് മാച്ച് ആവുന്ന എന്ത് ഇൻഫോർമേഷൻ ആണോ ഉള്ളത് അത് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കും. എന്നിട്ട് ഇതായിരിക്കും ബ്രെയിൻ അപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ സപ്പോസ് യു ഫീൽ ദാറ്റ് യു ആർ അൺലക്കി, ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ആ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന 11 മില്യൺ ഇൻഫോർമേഷൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് നിങ്ങൾ അൺലക്കി ആണെന്നുള്ളതിന് പ്രൂവ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് ഏതാണോ അത് മാത്രം ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് അപ്രൂവ് ചെയ്യും ബ്രെയിൻ. എന്ന് വെച്ചാൽ നമ്മളൊരു തോട്ട് ഉണ്ടാക്കി നമ്മളിങ്ങനെ അൺലക്കി ആണെന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അത് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും അക്സെപ്റ്റ് ചെയ്ത് നമ്മളിലോട്ട് തരാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും കാണുക, അതിനനുസരിച്ചുള്ള ബിഹേവിയർ പാറ്റേൺ ആയിരിക്കും നമ്മൾ ചെയ്യുക, ആക്ഷൻസ് എടുക്കുക. ഇതൊക്കെ നമ്മുടെ തോട്ട്സ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് ലീഡ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്നുള്ളൊരു തോട്ടാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയി പ്രൂവ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ, ഇതൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യില്ല. നിങ്ങളുടെ ബ്രെയിൻ അതൊന്നും അപ്രൂവ് ചെയ്യാണ്ട് നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്നൊരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കോൺഫിഡൻ്റ് അല്ല എന്നുള്ള തോട്ട് പ്രൂവ് ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് മാത്രം സെലക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുക. ആ ടൈമിൽ നിങ്ങൾ ചിലപ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ കോൺഫിഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത കുറേ സ്റ്റേജസ് ഉണ്ടാവും. കോൺഫിഡൻ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതൊന്നും നിങ്ങൾ കാണൂല. ആ ഒരു മൊമെന്റിൽ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല എന്നുള്ള തോട്ട് നിങ്ങളുടെ മൈൻഡിൽ വന്നതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും കാണാണ്ട് കോൺഫിഡൻ്റ് അല്ല എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യാനുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുക. ഈ ഒരു റീസൺ കൊണ്ടാണ് ഓൾമോസ്റ്റ് 99% ആളുകളും ഈ ഒരു കാര്യത്തിൽ ഫെയിൽ ആവുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, യു മൈറ്റ് ബി മാനിഫെസ്റ്റിംഗ് മണി, യു മൈറ്റ് ബി മാനിഫെസ്റ്റിംഗ് മാർക്സ്, ഓക്കെ, ഇങ്ങനെയൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങൾ അപ്പ് ആൻഡ് ഹിയർ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ വർത്തി അല്ല, നിങ്ങൾ അത്ര നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടൂല, നിങ്ങൾക്ക് ആ ഒരു കാര്യം എത്ര ഹാർഡ് വർക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളെ തോട്ടും കാര്യങ്ങളെങ്കിൽ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾ ആ ഒരു ഇതല്ല എന്നുള്ള എവിഡൻസസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും നിങ്ങളുടെ ബ്രെയിൻ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ തരാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് ആയിരിക്കും പിന്നെ നിങ്ങൾ മുന്നോട്ട് എടുക്കുന്നുണ്ടാവും. ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുള്ള ആ ഒരു ഇൻഫോർമേഷൻ കാര്യങ്ങളും അത്യാവശ്യം വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യം റീവയർ ചെയ്ത് കോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർഗ്ഗമുണ്ട്. ഇറ്റ്സ് നോട്ട് അഫർമേഷൻ, ഇറ്റ്സ് നോട്ട് സ്ക്രിപ്റ്റിംഗ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. ഇതിൽ മാറ്റിയെടുക്കാനുള്ള ഏകൊരു വഴി നിങ്ങളെ ഒരു ഡീപ്പ് റിഹേഴ്സൽ മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഹിപ്നോസിസ്. ഹിപ്നോസിസ് ഈസ് എ റീപ്രോഗ്രാമിംഗ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സെൽഫ് ഇമേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ്സ് ഇൻ യുവർ കോൺഷ്യസ് സ്റ്റേജ്, ഓക്കെ, നിങ്ങൾ ആ ഒരു കോൺഷ്യസ് ലെവലിലുള്ള ഒരു കാര്യമല്ല നമ്മൾ ഈ സെൽഫ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മാറ്റിയെടുക്കണേ യു നീഡ് സംതിങ് ദാറ്റ്സ് ഫ്രം ദ ലെവൽ ഓഫ് സബ് കോൺഷ്യസ് ലെവൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു സബ് കോൺഷ്യസ് ലെവലിലുള്ള മെത്തേഡ് തന്നെ വേണ്ടി വരും ഈ ഒരു കാര്യം മാറ്റിയെടുക്കണമെങ്കിൽ. ഈ ഒരു ഹിപ്നോസിസ് ആകുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ്, അതേപോലെ തന്നെ ഒരു ഡീപ്പസ്റ്റ് മെത്തേഡാണ് ഈ ഹിപ്നോസിസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹിപ്നോസിസ് ആകുമ്പോൾ നമ്മളുടെ ഈ ഒരു കാര്യം നമ്മളൊരു സബ് കോൺഷ്യസ് ലെവലിലായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റൻ ചെയ്തെടുക്കും. ബിക്കോസ് നമ്മളൊരു സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടേ ഉണ്ടായിരുന്ന പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഓരോ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്താണ് അവസാനം ഒരു സെൽഫ് ഇമേജ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പണ്ടത്തുള്ള ആ ഒരു കാര്യം ഒന്ന് മോൾഡ് ചെയ്ത് സോഫ്റ്റൻ ചെയ്തെടുത്താൽ മാത്രമാണ് നമുക്കൊരു പുതിയ സെൽഫ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഹിപ്നോസിസ് നമ്മളുടെ ഈ പാസ്റ്റ് എന്തായിരുന്നു ആ ഒരു കാര്യം സോഫ്റ്റൻ ചെയ്ത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെൽഫ് കോൺസെപ്റ്റിനൊന്ന്
പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അപ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ ഒക്കെ നമ്മൾ ഈ ഒരു ഹിപ്നോസിസ് സഹായിക്കും. അപ്പോൾ ഈ ഒരു ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി സംതിങ് ദാറ്റ് ഓപ്പൺസ് എ ഡോർ ഫോർ യു. ഇപ്പോൾ നിങ്ങളൊരു അഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു ആർ ആക്ച്വലി ബാങ്കിങ് ഓൺ എ ക്ലോസ് ഡോർ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹിപ്നോസിസ് പെർഫോം ചെയ്യുമ്പോൾ ഇറ്റ് ആക്ച്വലി ഓപ്പൺസ് അപ്പ് എ ഡോർ. ഓക്കെ, പിന്നീട് നിങ്ങൾ ആ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഹാബിറ്റ്സ് റിപ്പീറ്റഡ്ലി പെർഫോം ചെയ്യണം ഓരോ കാര്യങ്ങളും വെച്ചിട്ടാണ് പിന്നീട് നിങ്ങളൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ആവുക. അതുകൊണ്ട് തന്നെ യു ഡോണ്ട് ഹാവ് ടു ചേഞ്ച് എനി സ്ട്രാറ്റജി. നിങ്ങൾ ആ ഒരു ബിസിനസ് സ്ട്രാറ്റജി മാറ്റേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആ വർക്കേഴ്സിനെ മാറ്റേണ്ട ആവശ്യമില്ല, പുതിയ ആളുകളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു ചേഞ്ച് യു ട്യൂഷൻ സെന്റർ. നിങ്ങൾ പഠിക്കുന്ന രീതി മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡു വാട്ട് യു ആർ ഡൂയിങ്. ബട്ട് നിങ്ങൾ മാറ്റേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു ചേഞ്ച് യുവർ ഐഡന്റിറ്റി. ബിക്കോസ് നിങ്ങൾ ഓരോ സെക്കൻഡിൽ ഉണ്ടാക്കുന്ന ഓരോ തോട്ട്സ്, അതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഹൺഡ്രഡ്സ് ഓഫ് ആക്ടിവിറ്റീസ്, യുവർ മെന്റൽ ഡിസിഷൻസ്, ഇതൊക്കെ പെർഫോം ആവണം നിങ്ങൾ ഐഡന്റിറ്റി ബേസ്ഡ് ആയിട്ടാണ്. നിങ്ങൾ ഐഡന്റിറ്റി എങ്ങനെയാണോ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ആ ഒരു സെൽഫ് ഇമേജ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ആക്ഷൻസ്, ഓരോ തോട്ട്സ്, ഓരോ ബിലീവ്സ് എല്ലാം അതിൽ നിന്നാണ്. അതുകൊണ്ട് ഇഫ് യു ചേഞ്ച് സംതിങ് ഇൻ യുവർ സബ് കോൺഷ്യസ് ലെവൽ, നിങ്ങൾ ഐഡന്റിറ്റി മാറ്റി കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഫോളോസ് യുവർ ഐഡന്റിറ്റി വിൽ ഓൾസോ ചേഞ്ച്. അതുപോലെ തന്നെ ഇൻ അതർ വേർഡ്സ്, നമ്മളുടെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഐഡന്റിറ്റി ഇത് നമ്മൾ മാറ്റിയിട്ട് മറ്റേ കാര്യങ്ങൾ ഇത് മാറ്റാണ്ട് മറ്റേ കാര്യങ്ങൾ നമ്മൾ മാറ്റാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആക്ച്വലി ഒരു ഡിഫറൻസും ഇല്ല. യു ആർ ആക്ച്വലി ഇൻ ദ സെയിം തിങ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം പണിയെടുത്ത് എത്ര മണിക്കൂർ ഇരുന്ന് പഠിച്ചു ഇതൊന്നും നോക്കൂല. ഇറ്റ് ആക്ച്വലി ഫോളോസ് വാട്ട് യു ബിലീവ്. അതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ചേസിങ് ഓൾ ദോസ് മണി അല്ലെങ്കിൽ വണ്ടി ഇതൊക്കെ ഒന്നും ചേസ് ചെയ്യാണ്ട് ബി ദാറ്റ് കോൺഫിഡൻറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ബി ദാറ്റ് അബണ്ടൻറ്റ് പേഴ്സൺ, ബി ദാറ്റ് റിയലി ഗുഡ് സ്റ്റുഡൻറ്റ്. Hope you guys actually enjoyed watching this video. Make sure you guys like, comment and subscribe. അടുത്തൊരു വീഡിയോയിൽ കാണാം. Until then, bye.